എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പഠിതാക്കളെ നമസ്കാരം. എൻ്റെ ഒരു പുതിയ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഹാർദമായ സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് പഠിച്ചിരുന്നത്, അതിൻ്റെ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോണത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് പാസീവിനെ കുറിച്ചായിരുന്നു. അതായത് പാസീവ് വോയിസിൽപ്പെട്ട സെൻറ്റൻസിനെ കുറിച്ചായിരുന്നു നമ്മൾ പഠിച്ചിരുന്നത്, അല്ലേ? അപ്പോൾ അതിന് കുറച്ചും കൂടി നമുക്ക് അതിലെടുക്കാനുണ്ട്. എന്തായാലും നിങ്ങൾക്ക് അതിൻ്റെ സ്ട്രക്ചർ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നിരുന്നു, അല്ലേ? എന്താണ് അതിൻ്റെ ഘടന എന്ന് നമ്മൾ പറഞ്ഞിരുന്നിരുന്നു. എന്തായാലും ഒരുവിധം പേർക്കൊക്കെ ഒരു മനസ്സിലായിട്ടുണ്ടാവും. എന്തെങ്കിലും കുറച്ച് പേർക്കൊക്കെ ഒരു പുക പോലെയൊക്കെ ഉണ്ടാവും. സാരില്ല, നമുക്ക് ശരിയാക്കാം. കുറച്ച് വാചകങ്ങളൊക്കെ എഴുതി വരുമ്പോൾ അത് ശരിയായിക്കോളും. കാരണം ശീലമാകുമ്പോൾ അതൊക്കെ നിസ്സാരമായി തോന്നും. കാരണം പണ്ടൊരാൾ ഗൾഫിൽ പോയിട്ട് കഥ കേട്ടിട്ടില്ലേ? ഞങ്ങളുടെ അടുത്ത് നിന്ന് ഒരാളെ ഗൾഫിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ അത് നല്ല ശമ്പളമൊക്കെ ഉണ്ട്, നല്ല പണിയാണ്, വലിയ പ്രശ്നമൊന്നുമില്ല, വളരെ സുഖമായിട്ടുള്ള ജോലിയാന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവിടെ ചെന്നപ്പോൾ എന്തുകൊണ്ടെന്ന് വെച്ചാൽ വലിയ ഭാരമുള്ള 10-75-80 കിലോ ഭാരമുള്ള ചാക്കോളൊക്കെ ചുമക്കുന്നൊരു ജോലി അത്ര കിട്ടിയത്. അപ്പോൾ അവർക്ക് കഴുത്ത കുടിയെ പോലെ തോന്നി, ഇത് പറ്റില്ലെങ്കിൽ. അപ്പോൾ ഇവൻ്റെ കൊണ്ടുപോയ ആൾ കുറച്ച് ദിവസം കഴിഞ്ഞ് വന്ന് പറഞ്ഞു, ഓ ഇത് പറ്റില്ല, ഇത് നിങ്ങൾ നല്ല ജോലിയെന്ന് എന്താ പറയില്ല, അപ്പോൾ നല്ല സുഖമുള്ള ജോലിയെന്ന്. അപ്പോൾ ആൾ പറഞ്ഞു, അത് നമുക്ക് ശരിയാക്കാം, ഒന്നും കുഴപ്പമില്ല. അപ്പോൾ നല്ല പ്രതീക്ഷയെ അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ദിവസം കൂടി ചെയ്താൽ മതി, അപ്പോൾ നിങ്ങൾക്കത് ശീലം, അപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ പോകും വിചാരിച്ചത് പുതിയ ജോലി കിട്ടുന്നത്. അപ്പോൾ അതേപോലെ പറ്റിക്കൊന്നല്ല, നമുക്ക് അത് കുറച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, അത് വളരെ ഈസിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് വാചകങ്ങൾ ഇങ്ങനെ എഴുതി പഠിച്ചാൽ മതി. നമുക്ക് അതിനൊരു ശ്രമം നടത്താം. വാചകങ്ങൾ എങ്ങനെ എഴുതാമെന്ന് നോക്കാം. അപ്പോൾ അതിനു മുമ്പ് നിങ്ങളത് സീക്വൻസ് ഒന്ന് ആലോചിക്കുക. എന്താണ് ഒരു പാസീവ് വോയിസിലെ ക്രിയയുടെ ആക്രമം? ഫസ്റ്റിൽ എന്താ വരിക? നിങ്ങൾക്കറിയാം, ഓബ്ജക്റ്റാണ് ഫസ്റ്റ് വെച്ച് വരിക, അല്ലേ? അതായത് പാസീവ് വോയിസിൽ വാചകം സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത് വെച്ചായിരിക്കണം? അത് ഓബ്ജക്റ്റ് വെച്ചിട്ടായിരിക്കണം ആ വാചകം ആരംഭിക്കേണ്ടത്. ഒരു അടിസ്ഥാന വാചകത്തിൻ്റെ സ്റ്റാൻഡേർഡ് ഇതാണ് പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് അത് നമുക്കറിയാം, ഓബ്ജക്റ്റ് കണ്ടുപിടിക്കുക, അല്ലേ? കർമ്മം ഏതാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. ആ കർമ്മത്തിന് തുല്യം വാക്ക് വെച്ച് ആരംഭിക്കുക. അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിനുശേഷം രണ്ടാമത് എന്തായിരിക്കും എഴുതേണ്ടത്? എപ്പോഴും എല്ലാ വാചകത്തിലെയും പോലെ തന്നെയാണ് രണ്ടാമത് എന്താ വരേണ്ടത്? വെർബാണ് അതിൽ രണ്ടാമത് വരേണ്ടത്. പക്ഷേ ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് പ്രത്യേകത? പാസീവിലുള്ള വെർബ് എഴുതണം. അതാണ് അതിൻ്റെ പ്രത്യേകത. അല്ലാണ്ട് വെറുതെ ഏതെങ്കിലും വെർബ് ആക്റ്റീവിലെ വെർബ് എഴുതാൻ പാടില്ല. പാസീവിലെ വെർബ് എഴുതണം. പക്ഷെ പാസീവിലെ അർത്ഥം ശരിക്കും ഉൾക്കൊള്ളണം. അർത്ഥം ഉൾക്കൊണ്ടില്ലെങ്കിൽ ഭയങ്കര കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പണ്ട് അബദ്ധം കാട്ടിയ പോലെ ചിലപ്പോൾ നിങ്ങൾക്കും വലിയ അബദ്ധത്തിലൊക്കെ ചെന്ന് ചാടും, അപകടമൊക്കെ പറ്റിയെന്നിരിക്കും. അത് നിങ്ങൾ കേട്ടിട്ടില്ലേ? പണ്ട് ചിലപ്പോൾ ഒരു കേട്ടിട്ടുണ്ടാവും. പണ്ട് ഒരു ആരാരെയും കൊണ്ട് പാപ്പം പോവാറുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ചെറുപ്പക്കാല സതീർത്ഥനെ കാണാനിടയായി. കണ്ടപ്പോൾ ആൾ തട്ടാന്. അപ്പോൾ ആളെ കണ്ട തട്ടാന് എന്ന് പറഞ്ഞതും ആ സതീർത്ഥൻ ദേഹം കെട്ടിക്കണ തെറിച്ച്. എന്താ കാരണം എന്താ വെച്ചാൽ ആരൊരു തട്ടാ കൊടുത്തു. കാരണം തട്ടാരേത് വിളിച്ചു ആർക്കും മനസ്സിലായില്ലേ, ആരും തട്ടാരാത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഈ ആനയ്ക്ക് പറ്റിയ പോലെ അവളി നമുക്ക് പറ്റാൻ പാടില്ല. കാരണം ആരും സ്കൂളിലൊന്നും പോയിട്ട് പഠിച്ചിട്ടില്ല, ഗ്രാമർ പഠിച്ചിട്ടില്ല, അർത്ഥമൊക്കെ ശരിക്കും നോക്കി പഠിച്ചിട്ടില്ലേ. പക്ഷെ നമുക്ക് അങ്ങനെ പറ്റില്ല. കാരണം നമുക്കിത് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് വളരെയധികം പ്രശ്നങ്ങൾ, ലക്ഷക്കണക്കിന് രൂപ നഷ്ടങ്ങളും വന്നുകൊണ്ടിരിക്കും. ഞാൻ നിങ്ങൾക്ക് പല ഉദാഹരണം കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങൾക്ക് ഗ്രാമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർബിൻ്റെ പാസീവ് ഫോം നിങ്ങളെല്ലാവരും ബൈ ഹാർട്ട് പഠിച്ചുറപ്പിക്കണം. നിങ്ങൾ പഠിക്കാത്തവർ ഞാനൊരു ചാർട്ട് തരാം, അല്ലെങ്കിൽ മുമ്പ് തന്നിട്ടുള്ളതാണത്. അത് നോക്കി ബൈ ഹാർട്ട് പഠിക്കുക. ഇനിയിപ്പോൾ അത് പഠിക്കാൻ വിട്ടുപോയിട്ട് ഞാൻ ചാർട്ട് ഒന്നുകൂടി ഇടാം. അത് നോക്കി പാസീവ് വോയിസിൻ്റെ ആ ഒരു സ്ട്രക്ചർ എന്താണ്, എങ്ങനെയാണ് ഒരു പാസീവ് പോലെ ക്രിയ എങ്ങനെയാണെന്ന് എഴുതുക എന്ന് നിങ്ങൾ പഠിച്ച് ഉറപ്പിക്കണം.
അപ്പോൾ നോ പ്രോബ്ലം. അപ്പോൾ അങ്ങനെ പാസീവിലെ ക്രിയ വയ്ക്കുക. ക്രിയ വെക്കാണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായെന്ന് പറഞ്ഞു. ഞാനത് വെറുതെ പറയണതല്ല, സർക്കാർ ഓഫീസിൽ ഉണ്ടായ കഥകളാണ്. ഞാൻ ഒന്ന് രണ്ടെണ്ണം വേണമെങ്കിൽ ഉദാഹരണം പറഞ്ഞുതരാം. 2 കേസുകൾ ഞാൻ അത് വെർബ് ശരിയായ രൂപത്തിൽ ഉപയോഗിക്കാണ്ട് ഉണ്ടായ പ്രശ്നങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അത് ചെറിയ സ്ഥലത്തല്ല, വളരെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ വർക്ക് ചെയ്യുന്ന ഒരു ഓഫീസിലുണ്ടായ 2 സംഭവങ്ങളാണ്. അപ്പോൾ ഒന്ന് എൻ്റെ ഒരു അകന്ന ബന്ധുവാണ്. അപ്പോൾ ആളെ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് ഒരു അപേക്ഷ കൊടുത്തു. അപേക്ഷ കൊടുത്തിട്ട് കുറച്ച് ട്രാൻസ്ഫറൊന്നും കാണാനില്ല. അപ്പോൾ അന്വേഷിക്കാനെ ചെന്നപ്പോൾ അവിടെ ജില്ലാ ഓഫീസിലേക്ക് ആണ് ഇവർ അയച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ ചെന്ന് അന്വേഷിച്ചു. അപ്പോൾ അവർ കത്തിൻ്റെ കോപ്പി കൊടുത്തു. ആ കത്ത് കോപ്പി ചെയ്യാൻ ഇടയായി. അപ്പോൾ അത് വായിച്ചപ്പോൾ ആകെ ആ ലേഡിക്ക് പരിഭ്രമായി. ട്രാൻസ്ഫർ കിട്ടില്ല എന്നൊക്കെ തോന്നി. ഒരു രാഷ്ട്രീയക്കാരൊക്കെ അടുത്ത കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. പക്ഷെ പിന്നീട് മനസ്സിലായി അതൊരു ക്ലറിക്കൽ എററാണ്. അപ്പം എന്തായിരുന്നു അത് വെച്ചാൽ അപേക്ഷ തൻ്റെ ഓഫീസിൽ കൊടുത്തു. അത് ഫോർവേഡ് ചെയ്തു ജില്ലാ ഓഫീസിലേക്ക്. ജില്ലാ ഓഫീസർ അതിൻ്റെ ഹെഡ് ഓഫീസിലേക്ക് കമ്മീഷണർക്ക് അയക്കണം. അതായിരുന്നു വിഷയം. അപ്പോൾ ചെന്ന് അന്വേഷിച്ചപ്പോൾ അവർ ഈ അപേക്ഷ ജില്ലാ ഓഫീസിൽ അയച്ച അപേക്ഷയ്ക്ക് എന്ത് നടപടിയെന്ന് വെച്ചപ്പോൾ അവർ അയച്ച ലെറ്ററിൻ്റെ ഒരു കോപ്പി ഒന്നും അതിലുണ്ട്. കമ്മിറ്റഡ് ഹാസ് സെൻഡ് ദ ലെറ്റർ എന്നാണ് നമ്മൾക്ക്. അപ്പോൾ അതിൽ ബാക്കി കുറേ വരികളുണ്ട്. അതിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കമ്മീഷണർ ഹാസ് സെൻഡ് ദ ലെറ്റർ എന്ന് എഴുതിയേക്കണ്. അവരത് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ഇത് വായിക്കുക എന്താ വായിക്കുക നമ്മൾ വിചാരിക്കുക, കമ്മീഷണർ കത്തയച്ചിട്ടുണ്ട്. ആർക്ക് കത്തയച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ കമ്മീഷണർ കത്തയച്ചു എന്ന് പറഞ്ഞത് അർത്ഥം ആരാ പ്രവൃത്തി ചെയ്തിട്ടുള്ളത്? കമ്മീഷണറാണ് പ്രവൃത്തി ചെയ്തിട്ടുള്ളത്, കത്തയക്കുക ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവർ വിചാരിച്ചത് കമ്മീഷണർ റിജക്ട് ചെയ്ത് കത്തയച്ചെന്നാണ് ഇവർ വിചാരിച്ചത്. ഇതല്ല അർത്ഥം. അതായത് ഈ ലേഡി ഉദ്യോഗസ്ഥ കൊടുത്ത കത്ത് കമ്മീഷണർക്ക് അയച്ചിട്ടുണ്ടോ എന്നാണ് വേണ്ടത്. കമ്മീഷണർക്ക് അയച്ചിട്ടുണ്ട്. ഇതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ഹാസ് സെൻഡ്, ആക്റ്റീവാണ്. ഹാസ് സെൻഡ് അയച്ചിട്ടുണ്ട്. ഇതിലൊരു കാര്യം വേണമായിരുന്നു. എന്തായിരുന്നു? ബീൻ. അപ്പോഴാണ് അത് പാസീവ് ആവുന്നത്. അപ്പോൾ ഹാസ് ബീൻ സെൻഡ് എന്നത് ശരിയാണ്. വാസ്തവത്തിൽ ഉണ്ടായത് കമ്മീഷണർക്ക് കത്ത് അയച്ചു കൊടുക്കുകയാണ് ഉണ്ടായത്. ഇതിൻ്റെ അർത്ഥം കമ്മീഷണർ പാസീവായിരുന്നു, പക്ഷെ ആക്റ്റീവിൽ എഴുതി. അവർ വെച്ചതിന് കമ്മീഷണർ ഹാസ് സെൻഡ് ലെറ്റർ എന്ന് വെച്ചാൽ കമ്മീഷണർ കത്തയക്കണം. അതല്ല അർത്ഥം. കമ്മീഷണർ ഹാസ് ബീൻ സെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മീഷണർക്ക് കത്ത് അയക്കപ്പെട്ടിട്ടുണ്ട്. കമ്മീഷണർക്ക് അയച്ചിട്ടുണ്ട് എന്നുള്ളതും കമ്മീഷണർക്ക് അയച്ചിട്ടുണ്ട് എന്നുള്ളതും കമ്മീഷണർക്ക് അയക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള എന്ത് വ്യത്യാസം എന്താ? കമ്മീഷണർ അയച്ചിട്ടുണ്ടെങ്കിൽ കമ്മീഷണറാണ് കത്ത് അയച്ചിട്ടുള്ളത്. കമ്മീഷണർ കത്ത് അയക്കാൻ ഇങ്ങോട്ട് അയക്കുക. കമ്മീഷണർക്ക് അയക്കപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞല്ല, കമ്മീഷണർക്ക് സബ്മിറ്റ് ചെയ്യാണ്, കമ്മീഷണർ കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആ കമ്മീഷണർ കത്ത് കൊടുത്തിട്ടുണ്ടെന്നുള്ളതിന് പകരം എഴുതിയ ക്ലർക്ക് എഴുതിയപ്പോൾ എന്തായി? കമ്മീഷണർ കത്ത് അയച്ചിട്ടുണ്ടെന്നായി. അപ്പൊ നേരെ ഉൾട്ടായി സംഗതി, നേരെ വിപരീത അർത്ഥം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ തെറ്റായ രീതിയിൽ അർത്ഥമെടുക്കുകയും തെറ്റായ നടപടികൾ എടുക്കുകയും ചെയ്താൽ എന്തായിരിക്കും സ്ഥിതി എന്നാലോചിച്ച് നോക്കുക. അപ്പൊ അവർക്ക് തെറ്റിദ്ധരിച്ചിട്ട് അവർ രാഷ്ട്രീയക്കാരെ കാണേണ്ട ഇടവന്നു പ്രശ്നമൊക്കെ പിന്നെ മനസ്സിലായി തരും. അത് ക്ലർക്കിൽ മാത്രമാണെന്ന് വെച്ചാൽ പരിഹരിക്കപ്പെട്ടു. എങ്കിലും കുറച്ച് ഇഷ്യൂസ് ഉണ്ടായി. മറ്റൊരിക്കലും ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഒരു വലിയ ഓഫീസിലാണ്. അവിടേക്ക് 10-18 ലക്ഷത്തിൻ്റെയോ ഒക്കെ ഫർണിച്ചർ ഓർഡർ ചെയ്തിട്ട് ഫർണിച്ചർ സപ്ലയർ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അവർ അയച്ചു കൊടുത്ത ഫർണിച്ചറിൽ കുറേ എണ്ണം ഡാമേജ് ആയിരുന്നു. അപ്പോൾ നഷ്ടപരിഹാരം ചോദിച്ചിട്ടാണ് കത്ത് അങ്ങോട്ട് അയച്ചിട്ടുള്ളത്. പുറത്തെ ക്ലർക്ക് കത്തയച്ചിട്ട് 5-6 മാസം കഴിഞ്ഞിട്ടും യാതൊരു റെസ്പോൺസ് ഇല്ല സപ്ലയർ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് റെസ്പോൺസ് ഇല്ലേ എന്ന് പറഞ്ഞപ്പോൾ, അപ്പോൾ അവിടെ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥ എനിക്ക് അവരെന്താ ഇതിന് ഭംഗി ആക്ഷൻ എടുക്കേണ്ട മറുപടി എന്താ പറയേണ്ട ഒരു സഹായിക്കാൻ പറഞ്ഞതിൻ്റെ അടുത്ത് വന്നപ്പോൾ ആ കത്ത് വായിച്ചു വെച്ചപ്പോൾ മനസ്സിലായത് എന്തുകൊണ്ട് റെസ്പോൺസ് ഇല്ലാത്തതെന്ന്.
അപ്പൊ ഇവരെന്തായാലും കത്തിൽ ആവശ്യപ്പെടില്ല, നിങ്ങൾ ഇത്ര ഇത് വന്നിട്ടുണ്ട്, നിങ്ങൾ ഫർണിച്ചർ മുടക്കിയിട്ട് അതിന്റെ പൈസ റിട്ടേൺ തരണം, നഷ്ടപരിഹാരം. അത് എത്ര ലക്ഷത്തിന് നഷ്ടപരിഹാരമായിട്ട് 1 ലക്ഷത്തോളം അങ്ങോട്ട് ചോദിച്ചിട്ടുണ്ട്. 1 ലക്ഷം 2 ലക്ഷം താഴെ അങ്ങോട്ട് ചോദിച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നതിൽ എന്തായാലും 2 ലക്ഷം താഴെയാണ് എന്ന് തോന്നുന്നു എൻ്റെ ഓർമ്മ വെച്ചിട്ട്. കാരണം ആള് ഫർണിച്ചർ കുറെ ഒരു വർഷത്തോളം ഒരു പൈസ അവിടെ കിടന്നു. അപ്പൊ അതിന്റെ പലിശയും വേണം, പിന്നെ ഡാമേജ് ആയില്ല, പ്രശ്നമായി. പക്ഷെ കത്തിൽ എന്താന്ന് എഴുതിയിട്ടുള്ളത്, സാധാരണ ഇവരത് യു ഹാവ് ബീൻ സപ്ലൈഡ് ഫർണിച്ചർ, അതിന്റെ അർത്ഥം എന്താ, നിങ്ങൾക്ക് ഫർണിച്ചർ സപ്ലൈ ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇതിന്റെ കച്ചവടക്കാരൻ നമ്മൾ സപ്ലൈ ചെയ്തു. അതായത് എവിടെ നിന്ന് സപ്ലൈ ചെയ്തു, ഇവരാണ് സപ്ലൈ ചെയ്തത്. അപ്പൊ അത് ഡാമേജ് ആയിട്ട് എന്നുള്ളത് അവർ എഴുതിയിരിക്കണ അതില്. അപ്പോ യു ഹാവ് ബീൻ സപ്ലൈഡ് ഫർണിച്ചർ, നിങ്ങൾക്ക് ഞങ്ങൾ ഫർണിച്ചർ നൽകിയിട്ടുണ്ട്, അത് കേടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് സർക്കാർ ഓഫീസല്ല ഉത്തരവാദി. സർക്കാർ ഓഫീസ് സപ്ലയർക്ക് ഫർണിച്ചർ കൊടുത്ത പോലെയായി. അപ്പൊ എന്താ അവർക്ക് അയാൾക്ക് ആർക്കാ നഷ്ടപരിഹാരം കൊടുക്കേണ്ടത്, സർക്കാരിനാണോ അത് ഈ സപ്ലയർക്കാണോ? ഈ കത്ത് വായിച്ചു കഴിഞ്ഞാല് ഈ നഷ്ടപരിഹാരം കൊടുക്കേണ്ടത് സപ്ലയർക്കാണ്. കാരണം നിങ്ങൾക്കാണ് നൽകിയിട്ടുള്ള സപ്ലയർ എന്ത് ഫർണിച്ചർ. അപ്പൊ ഫർണിച്ചർ കേട്ടിട്ടുണ്ടെങ്കിൽ ആർക്കാ, ആൾക്കല്ല കൊടുക്കേണ്ടത്. അപ്പൊ അയാളപ്പൊ എന്ത് വെച്ചാല് അതുകൊണ്ടാണ്ടിരുന്ന ഒരു റെസ്പോൺസ് ചെയ്തില്ലേ. പക്ഷെ ഇത് കോടതിയിൽ കൊണ്ടുപോയിരുന്നുണ്ടോ, ഇയാളെ ഈടാക്കാൻ പറ്റുമോ? പലിശയും പഴയ ഈടാക്കാൻ പറ്റുമോ? ഈടാക്കാൻ പറ്റില്ല. കാരണം എന്താ, ഇയാൾ നൽകിയ ഫർണിച്ചറിന് കേടുണ്ടെന്നല്ല എഴുതിയിട്ടുള്ളത്. ആ സപ്ലയർ നൽകിയ ഫർണിച്ചറിനല്ല കേട്, സപ്ലയർക്ക് നൽകിയ ഫർണിച്ചറാണ് കേട്. അപ്പൊ അതിന് അയാളെ ഇത് പഴയ ഈടാക്കാൻ പറ്റുമോ? അങ്ങനെ അത് വലിയ വിഷയമായി. പിന്നെ അതിന്റെ ഫോളോപ്പ് ഒന്നും എനിക്കറിയില്ല. പക്ഷെ അതിപ്പോ ആ നഷ്ടം അടയ്ക്കാൻ പറഞ്ഞ ആ നഷ്ടത്തിന് ഉത്തരവാദി കണക്ക് ശരിയാക്കി എഴുതാഞ്ഞിട്ടാണ്. അപ്പൊ അത്രയും വർഷത്തിൽ 1-2 അത് വൈകി 1-2 വർഷം കഴിഞ്ഞാലും 4-5 ലക്ഷം പലിശ ആരടയ്ക്കണം, സപ്ലയർ അടയ്ക്കാനാണ് യഥാർത്ഥത്തിൽ വേണ്ടിയിരുന്നത്. ഇനി അത് ഈ കോടതിയിൽ പോയിരുന്നുണ്ടോ ആ കേസ് തള്ളിപ്പോവും. അപ്പോൾ അത് നഷ്ടത്തിന് ഉത്തരവാദി ആരായിരിക്കും? ഉദ്യോഗസ്ഥനായിരിക്കും. അപ്പൊ ആർക്കത് വരിക? ഉദ്യോഗസ്ഥനെ ഈടാക്കേണ്ടി വരും, അല്ലാണ്ട് നിവൃത്തിയില്ലല്ലോ. അപ്പൊ അതൊക്കെ വലിയ വിഷയങ്ങൾ വരും. അപ്പൊ നമ്മൾ ടെൻസ് ശരിക്കും മനസ്സിലാക്കിയിരിക്കണം. ഹാവ് ബീൻ സപ്ലൈഡ് എന്ന് വെച്ചാൽ സപ്ലൈ ചെയ്യപ്പെടുന്നു. യു ഹാവ് ബീൻ സപ്ലൈഡ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് സപ്ലൈ ചെയ്യപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് സപ്ലൈ ചെയ്തിട്ടുണ്ട്, അതായത് നിങ്ങൾക്കാണ് കിട്ടിയിട്ടുള്ളതെന്ന് അർത്ഥം. യു ഹാവ് സപ്ലൈഡ് എന്ന് വെച്ചാൽ അർത്ഥം മാറി, നിങ്ങൾ ഫർണിച്ചർ സപ്ലൈ ചെയ്തിട്ടിരുന്നു, നിങ്ങളാണ് സപ്ലൈ ചെയ്തിട്ടുള്ളത്. അതിനാണ് കേടെന്ന് വെച്ചാൽ നിങ്ങൾ നഷ്ടപരിഹാരം തരണം. ഇത് നേരെ ഓപ്പോസിറ്റായി, മനസ്സിലായി? അതുകൊണ്ട് പാസീവിലെ അർത്ഥം പ്രത്യേകിച്ച് ഗ്രഹിച്ചിരിക്കണം എന്നർത്ഥം. ഐ ഹാവ് ബീൻ, അപ്പൊ ഞാൻ മർദ്ദിച്ചു എന്ന് പറഞ്ഞതും ഞാൻ മർദ്ദിക്കപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞത് എന്താ വ്യത്യാസം? ഞാൻ മർദ്ദിക്കപ്പെട്ടു എന്ന് വെച്ചാൽ എനിക്ക് തല്ലുകൊണ്ടു എന്നർത്ഥം. ഞാൻ മർദ്ദിച്ചു വെച്ചാൽ എനിക്കൊന്നും പറ്റിയിട്ടില്ല, ഞാൻ വേറെ ആർക്കോ ആണ് എൻ്റെ മർദ്ദനം മൂലം അടി കിട്ടിയില്ലെന്നർത്ഥം. ആ ഒരു വ്യത്യാസം ഉണ്ടല്ലോ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട് ഞാൻ ആ ടേബിളിലുള്ളത് നന്നായി മനസ്സിലാക്കി കുറേ ഉദാഹരണങ്ങളായിട്ട് നിങ്ങൾ എഴുതിയും വായിച്ചും പഠിച്ച് ഉറപ്പിക്കണം എന്നാണ് പ്രത്യേകം നിങ്ങളോട് എടുത്തു പറയാനുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞാൽ എന്നിട്ട് അപ്പൊ കറക്റ്റായിട്ട് എന്ത് വയ്ക്കുക, രണ്ടാമത് എന്ത് വയ്ക്കണം? ഫസ്റ്റില് ഓബ്ജക്റ്റ് വയ്ക്കുക, രണ്ടാമത് എന്ത് വയ്ക്കുക? ഇത് പാസീവാണ്, ഈ ടെൻസ് ഇത് ആക്റ്റീവാണ് കേട്ടോ. ഇത് ആക്റ്റീവാണ്, ഇത് പാസീവാണ്. അപ്പൊ പാസീവില് ഏത് വയ്ക്കണം? രണ്ടാമത് എന്ത് വയ്ക്കണം? രണ്ടാമത് വെർബ്. ഏതിലത്തെ വെർബ്? പാസീവിലെ വെർബ് തന്നെ വെക്കണം. അത് പ്രത്യേകം നോട്ട് ചെയ്യുക, പ്രത്യേകം അത് നിങ്ങളുടെ കല്ലിൽ കൊത്തി വെച്ച പോലെ മനസ്സിൽ ഫീഡാക്കി വെക്കുക. ഓക്കെ. അത് കഴിഞ്ഞാൽ പിന്നെ മൂന്നാമത് എന്ത് വെക്കുക എന്ന് വെച്ചാൽ
സബ്ജക്റ്റ് ബൈ ചേർത്ത്, അതായത് സബ്ജക്റ്റ് മുൻപിൽ ബൈ ചേർത്ത് നമ്മൾ വെക്കുക. പിന്നെ അഡ്വർബുകളൊക്കെ സാധാരണ പോലെ ഇത് അത്രയും നമ്മൾ ഓർക്കാറുള്ളൂ. അതാണ് മെയിനായിട്ട് നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. പിന്നെ തേർഡ് ടൈപ്പ് സെന്റൻസ് മാത്രം ഇത്തിരി അത് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അത് വളരെ റയറായി, കാരണം മനസ്സിലാക്കിയാലും കുഴപ്പമില്ലെങ്കിൽ അത് കുറച്ചൊക്കെ എഴുതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. ഓക്കെ, നമ്മൾ ഈ വാചകം പരിഗണിക്കുക. ഇന്ത്യയുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി അന്തർദേശീയ AI ഉച്ചകോടി ഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. ഈ ഒരു വാചകം നമുക്ക് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാം, രണ്ട് തരത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാം. ആക്റ്റീവ് വോയിസിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാം, പാസീവ് വോയിസിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഏത് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. അത് നമ്മുടെ ഇഷ്ടമാണ്, നിങ്ങളുടെ ഇഷ്ടമാണ്, ഏത് വേണമെങ്കിലും ആവാം. സബ്ജക്റ്റ് അറിയുന്ന ഇടത്തോളം കാലം നമ്മൾ ആക്റ്റീവിൽ എഴുതുന്നതായിരിക്കും നല്ലത്. സബ്ജക്റ്റ് അറിയാതിരിക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പാസീവ് വോയിസിൽ എഴുതേണ്ടത്. നമുക്കത് നോക്കാം എങ്ങനെയാണെന്ന്. ആദ്യം നിങ്ങൾക്ക് അറിയാം, ആദ്യം നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിന്റെ സബ്ജക്റ്റ് ഒക്കെ മനസ്സിലാക്കുക, അല്ലേ? ഏതാണ് സബ്ജക്റ്റ് എന്നുള്ളത് മനസ്സിലാക്കുക. ഉദ്ഘാടനം ചെയ്തു ക്രിയ, അല്ലേ? ഉദ്ഘാടനം ചെയ്തു എന്നാണ് ക്രിയ. അത് കിട്ടി, അല്ലേ? പിന്നെ ചെയ്തത് ആര്? ഇപ്പോഴത്തെ പ്രധാനമന്ത്രി, അല്ലേ? ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയാണ് എന്ത് ചെയ്തത്? ഇപ്പോഴത്തെ ഇതാണ് എന്ത് സബ്ജക്റ്റ്. ഇനി എന്ത് ഉദ്ഘാടനം ചെയ്തു? അത് ഓബ്ജക്റ്റ്. തിരിച്ചറിയാനായിട്ട് ഞാൻ പച്ചയില എഴുതുന്നുണ്ട് ഓബ്ജക്റ്റ്, ഇടാ. AI സബ്മിറ്റ്, ഇത് ഓബ്ജക്റ്റ്. എവിടെ വെച്ചിട്ടാ ഉദ്ഘാടനം ചെയ്തതെന്നുള്ളത് ഇത് അഡ്വർബ്. ഇത് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വാചകം എഴുതാൻ പറ്റും, അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആക്റ്റീവ് ആണെങ്കിൽ എന്ത് വെക്കണം? ഇതിന്റെ തർജ്ജമ. ഇന്ത്യയുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി, ഇന്ത്യയുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി. ഇത് നമുക്കറിയാം. ഇതിന്റെ തർജ്ജമ വരെ എന്തായാലും പ്രധാനമന്ത്രി നൗൺ. ഇതിൽ രണ്ട് വിശേഷണമുണ്ട്. ഒന്ന് ഒറ്റ വാക്കാണ്, ഒന്ന് പ്രപ്പോഷൻ ചേർന്നിട്ടുള്ളതാണ്. അപ്പൊ പ്രധാനമന്ത്രിയുടെ ഒരു വിശേഷണം മുമ്പിൽ വരും. ഇത് മുമ്പിലും വരും, ഇത് പ്രധാനമന്ത്രി ബാക്കിലും വരും. അപ്പൊ എങ്ങനെ പറയാം? ദ പ്രസന്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ദി പ്രസന്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. അത് സബ്ജക്റ്റ് കഴിഞ്ഞു. പിന്നെ വെർബ് വയ്ക്കുക. ഉദ്ഘാടനം ചെയ്തു, ഇന്നോഗറേറ്റഡ്. അപ്പോൾ രണ്ടാമത്തെ ഭാഗം കഴിഞ്ഞു. ഇനി എന്താ വയ്ക്കുക? ആക്റ്റീവ് ആണെങ്കിൽ എന്താ ഉദ്ഘാടനം ചെയ്തത്? അത് ഓബ്ജക്റ്റ്. അത് അന്തർദേശീയ AI ഉച്ചകോടി. ഉച്ചകോടിയാണ് ഉദ്ഘാടനം ചെയ്തത്. അതിന് വിശേഷമുണ്ട്. AI ഉച്ചകോടിയാണ്, അന്തർദേശീയ ഉച്ചകോടി, ഇന്റർനാഷണൽ ആണ്. അവ രണ്ട് ഉച്ചകോടി എന്ന ഓബ്ജക്റ്റ് ആണ്. അതിന് രണ്ട് വിശേഷണമുണ്ട്. ഏതാണത്? അതായത് ഉച്ചകോടി എന്ന നൗൺ എന്ന ഓബ്ജക്റ്റ് രണ്ട് വിശേഷണം, അന്തർദേശീയ AI ഉച്ചകോടി, അത് ഒരുമിച്ച് ഓബ്ജക്റ്റ്. അപ്പോൾ ഇന്റർനാഷണൽ AI സബ്മിറ്റ് എവിടെ വെച്ച് ഉദ്ഘാടനം ചെയ്ത്? ഇൻ ഡൽഹി. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം ഇതിനെ? ദി പ്രസന്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഇനോഗ്രേറ്റഡ് ദി ഇന്റർനാഷണൽ AI സബ്മിറ്റ് ഇൻ ഡൽഹി. അത് നമുക്ക് ഞാൻ ബോർഡിൽ നിന്ന് എഴുതിയിടാം. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ദി പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഇനോഗ്രേറ്റഡ് ഇന്റർനാഷണൽ AI സബ്മിറ്റ് ഇൻ ഡൽഹി. ഇത് അഡ്വർബ്, ഇത് അഡ്വർബ്, അല്ലേ? അഡ്വർബ്. ഇത് ഓബ്ജക്റ്റ്. ഓബ്ജക്റ്റ് പച്ചയിൽ മറക്കാം. അത് ഓബ്ജക്റ്റ്, ഇത് ഓബ്ജക്റ്റ് ആണ് എന്ന് നമുക്കറിയാം, അല്ലേ?
അപ്പൊ നമ്മൾ ഇതെങ്ങനെ പാസീവില് എഴുതും എന്നാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. പാസീവ്, ആക്റ്റീവ് കണ്ടു, ഇനി പാസീവ്. പാസീവില് എങ്ങനെ എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. എന്താണ് പാസീവിൽ എന്താണ്? പാസീവിൽ എന്തുണ്ടാവും? എന്തുണ്ടാവുക? ഓബ്ജക്റ്റ് വെച്ച് ആരംഭിക്കും. അപ്പൊ ഏത് വെച്ച് ആരംഭിക്കുക? ഈ ഇന്റർനാഷണൽ AI സബ്മിറ്റ് ആണ് ഓബ്ജക്റ്റ്, അത് വെച്ചാണ് ആരംഭിക്കുക അല്ലെ. അപ്പൊ എങ്ങനെയാ നിങ്ങൾ പറയാ? ഇന്റർനാഷണൽ AI സബ്മിറ്റ് എന്ന് ആദ്യം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എന്ത് വെക്കണം? വെർബ്. ഇത് ഇനോഗ്രേറ്റ് വെച്ചാൽ മതിയാ? പോരാ. ഇതിന്റെ പകരം എന്താ വയ്ക്കുക? വാസ് ഇനോഗ്രേറ്റഡ്. എന്താ വയ്ക്കുക? വാസ് ഇനോഗ്രേറ്റഡ്. എന്താ കാരണം? പാസീവ് ഫോം വയ്ക്കണം. ഞാൻ എഴുതാം. അത് കഴിഞ്ഞിട്ട് എന്ത് വയ്ക്കണം? പിന്നെ നമുക്ക് എന്ത് വയ്ക്കണം? ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ എന്നുള്ളത് സബ്ജക്റ്റ് ഇങ്ങോട്ട് വരും. എങ്ങോട്ട് വരും? എങ്ങനെ? ഇതിന്റെ മുമ്പിൽ ബൈ ചേർത്ത്. അപ്പൊ ഇതിന്റെ മുന്നിൽ ബൈ ചേർത്ത് വെർബിന് ശേഷം വരും. അപ്പൊ എങ്ങനെ വരും? ഇന്റർനാഷണൽ AI സബ്മിറ്റ് വാസ് ഇനോഗ്രേറ്റഡ്. ഇതിന്റെ ബൈ മുമ്പിൽ വെച്ച് പറഞ്ഞു ബൈ ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. അപ്പൊ സബ്ജക്റ്റ് ബൈ ചേർത്ത് വെർബ് ശേഷമായി. പിന്നെ ഇതിനൊരു മാറ്റവും ഇല്ല. അപ്പൊ ഞാനൊന്ന് എഴുതാം. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക. ഇപ്പൊ നമ്മൾ ഈ വാചകം പാസീവിൽ എഴുതി നോക്കുക. ഇന്റർനാഷണൽ AI സബ്മിറ്റ് വാസ് ഇനോഗ്രേറ്റഡ്. കണ്ട, ഈ ഇനോഗ്രേറ്റ് മാറ്റി വാസ് ഇനോഗ്രേറ്റഡ് ആയി. കണ്ട, ഇതാണ് പാസീവിലെ വെർബിന്റെ ഫോം. ഇനോഗ്രേറ്റഡിന്റെ പാസീവിലെ ഫോം വാസ് ഇനോഗ്രേറ്റഡ് ബൈ കണ്ട, ബൈ വന്നു. അതിൻ്റെ കൂടെ ദ പ്രസന്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ എന്ന സബ്ജക്റ്റ് ബൈ ചേർത്തിട്ടാണ് വന്നിട്ടുള്ളത്. ബൈ ചേർക്കുമ്പോൾ അതൊരു അഡ്വർബ് ആയി മാറും എന്നൊക്കെ അറിയണം കേട്ടോ. ബൈ ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഇൻ ന്യൂഡൽഹി. ന്യൂഡൽഹി സ്ഥാനമാറ്റം ഉണ്ട്? ഇല്ല. ആകെ 2 സ്ഥാനമാറ്റം. എന്താണുള്ളത്? സബ്ജക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ആയി. ഇല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥാനം മുഴുവൻ എക്സ്ചേഞ്ച് ആയി. അതിലൊരു മാറ്റം എന്നുള്ളത് സബ്ജക്റ്റിന്റെ കൂടെ ബൈ ചേർന്നിട്ടാണ് ഒബ്ജക്റ്റിന്റെ സ്ഥാനത്തേക്ക് വരിക. പിന്നെ ഇത് ഇങ്ങോട്ട് മാറി. ചെറിയുള്ളൂ, സിമ്പിൾ അല്ലേ? നേരത്തെ പറഞ്ഞ പോലെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരെണ്ണം കൂടി നിങ്ങൾക്ക് ചെയ്തു തരാം. ഇത് സെക്കൻഡ് ടൈപ്പാണ്. തേർഡ് ടൈപ്പ് ഒരെണ്ണം നോക്കിയിട്ട് നമുക്ക് എഴുതാം. അതെങ്ങനെയാണ് എഴുതാൻ പഠിക്കാം. അപ്പോൾ ജില്ലാ ഓഫീസർ ആ കത്ത് കമ്മീഷണർക്ക് അയച്ചു കൊടുത്തു എന്നുള്ളതാണ് വാചകം. നമുക്കറിയാം എന്താണ് ഇതിൻ്റെ ഇംഗ്ലീഷിൽ നിന്ന്. ഫസ്റ്റ് സബ്ജക്റ്റ്, പിന്നെ വെർബ്, പിന്നെ IO, പിന്നെ DO എന്ന് നമുക്കറിയാവുന്നതുകൊണ്ട് ഇതിൻ്റെ ഇംഗ്ലീഷ് എന്തായിരിക്കും? ദ ഡിസ്ട്രിക്ട് ഓഫീസർ സെൻഡ് ദി കമ്മീഷണർ ദി ലെറ്റർ എന്നല്ലേ അത് ഞാൻ ഇതിൽ എഴുതാം. ആക്റ്റീവിൽ അത് എഴുതാം. അതിന് ശേഷം നമുക്ക് പാസീവിലേക്ക് ആക്കാം. അതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. കാരണം എല്ലാവർക്കും ഓർമ്മയിൽ ഉണ്ടാവണമെന്നില്ലല്ലോ. അതിപ്പോൾ ഞാൻ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. ദ ഡിസ്ട്രിക്ട് ഓഫീസർ സെൻഡ് ദ കമ്മീഷണർ ദ ലെറ്റർ. അതായത് സബ്ജക്റ്റ്, വെർബ്, IO, DO. ഇതാണ് ഫോം, നമുക്കറിയാം അല്ലേ? ഇനി നമുക്കത് പാസീവിൽ എഴുതണമെങ്കിൽ എങ്ങനെ എഴുതണം? ഇതന്നെ നമുക്ക് പാസീവിൽ എഴുതണം വിചാരിക്കുക. പാസീവിൽ എഴുതണമെങ്കിൽ എങ്ങനെ എഴുതണം? അതാണ് നിങ്ങളോടുള്ള ചോദ്യം. എന്താണ് പാസീവിലാക്കുമ്പോൾ? നമുക്കറിയാം ഏത് വെച്ച് ആരംഭിക്കുക? ദ കമ്മീഷണർ വെച്ച് ആരംഭിക്കുക അല്ലേ? ദി കമ്മീഷണർ വെച്ച് ആരംഭിച്ചു. അവിടെ കമ്മീഷണർ സെൻഡ് എന്നുള്ളത് ഇത് മതിയോ? അയച്ചു എന്നുള്ളത് അയക്കപ്പെട്ടു എന്നാക്കണം. എന്താണ്? അയച്ചു എന്നുള്ളത് മാറ്റി അത് അയച്ചു കൊടുത്തു എന്നുള്ളത് അയച്ചു കൊടുക്കപ്പെട്ടു എന്നാക്കണം. എന്താണ്? അയച്ചു കൊടുത്തു എന്നുള്ളത് അയച്ചു കൊടുക്കപ്പെട്ടു. ദ കമ്മീഷണർ വാസ് സെൻഡ്. എന്ത് വേണം? വാസ് സെൻഡ്. കണ്ടോ? സെൻഡ് മാറി വാസ് സെൻഡ് ആയി. അത് പാസീവിലേക്ക്. പിന്നെ എന്ത് വേണം? DO. അതന്നെ ലെറ്റർ അടയ്ക്കുക. പിന്നെ ബൈ ദ ഡിസ്ട്രിക്ട് കളക്ടർ. ബൈ ദ ഡിസ്ട്രിക്ട് ഓഫീസർ. തെറ്റി പറഞ്ഞിട്ടാ. ദ ഡിസ്ട്രിക്ട് ഓഫീസർ. ഇപ്പോൾ ഓക്കെ, മനസ്സിലായല്ലോ? അത്രയേ ഉള്ളൂ. ഞാനത് എഴുതിയിടാം. അപ്പൊ അതിന്റെ തർജ്ജമ എഴുതിയിട്ട് കണ്ടില്ലേ? എന്താണത്? ദ കമ്മീഷണർ
വാസ് സെൻഡ്, കണ്ടോ, വാസ് സെൻഡ് എന്നായി മാറി. ദ ലെറ്റർ ബൈ ദ ഡിസ്ട്രിക്ട് ഓഫീസർ. അപ്പോൾ അത് കമ്മീഷണർ ഇപ്പുറത്തേക്ക് വന്നു. അതായത് ഡേറ്റ് ഓഫ് ബർത്ത് ആദ്യം വന്നു, അതായത് ദ ഡിസ്ട്രിക്ട് ഓഫീസർ എന്ന സബ്ജക്റ്റ് നോക്കുക, കണ്ട, ഡിസ്ട്രിക്ട് ഓഫീസർ. പക്ഷേ ഒരു പ്രത്യേകതയുണ്ട്, ഇവിടെ എന്തുണ്ട്, ഒരു ബൈ ചേർന്നു, ഫ്രണ്ടിൽ വെച്ച് ബൈ ചേർന്നു വന്നു. ബാക്കി ഒരു മാറ്റവും ഇല്ല അല്ലേ. ദി കമ്മീഷണർ വാസ് സെൻഡ് ദ ലെറ്റർ ബൈ ദ ഡിസ്ട്രിക്ട് ഓഫീസർ. ഓക്കെ, ഇത്രയുള്ള ഇതിൽ പരിപാടി. പക്ഷെ നമ്മൾ സാധാരണ സബ്ജക്റ്റ് അറിയാത്തപ്പോഴാണ് വാചകം എഴുതുക. അങ്ങനത്തെ വാചകമാകുമ്പോൾ എന്തുണ്ടാവില്ല, അതിൽ കമ്മീഷണർക്ക് കത്ത് അയച്ചു കൊടുക്കപ്പെട്ടു എന്ന് മാത്രമേ ചെയ്യുള്ളൂ. ആരയച്ചെന്ന് നമുക്ക് പ്രസക്തി ഇല്ലാതിരിക്കുമ്പോഴോ അറിയാതിരിക്കുമ്പോഴോ നമ്മൾ സബ്ജക്റ്റ് അറിവ് എഴുതില്ലല്ലോ. അങ്ങനത്തെ വാചകങ്ങളിലാണ് ഇത് വെക്കുക. അതുകൊണ്ട് ഈ വാചകങ്ങളിൽ ഇതുണ്ടാവില്ല. എന്തുണ്ടാവില്ല? ദ കമ്മീഷണർ വാസ് സെൻഡ് ദ ലെറ്റർ, കമ്മീഷണർ വാസ് സെൻഡ് ദ ലെറ്റർ എന്നേ ഉണ്ടാവും. ഈ ഭാഗം സാധാരണ എഴുതാറില്ല. ഉണ്ടാവും സയൻസ് ഒക്കെ ഉള്ളപ്പോൾ വാചകങ്ങളിൽ കംപ്ലീറ്റ് സബ്ജക്റ്റ് ഇല്ലാതെ ഒബ്ജക്റ്റ്, വെർബ്, അഡ്വർബ് മാത്രമായിട്ടാണ് ഉണ്ടായിരിക്കുക എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഞാൻ കുറേ ഉദാഹരണങ്ങൾ അല്ല അഭ്യാസങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ തരും. അതൊക്കെ എഴുതി പഠിച്ച് ഉറപ്പിച്ചാൽ നിങ്ങൾക്ക് അത് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ആ വെർബ് ഉണ്ടല്ലോ, പാസീവ് ഫോം നന്നായി ഉറപ്പിക്കുകയും ചെയ്യേണ്ട. അത്രയുള്ള നമുക്ക് ഇനി കുറച്ചും കൂടി ഇതിലെടുക്കാനുള്ളൂ. അതെന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് ചില സംശയം വരാറുണ്ട്. എന്താണെന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് ഈ 2 and 3 ടൈപ്പ് സെൻറ്റൻസിൽ മാത്രം പാസീവ് എന്നൊരു ചോദ്യം പലരും ഉയർത്താറുണ്ട്. ഫസ്റ്റ് ടൈപ്പിനൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കും. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ എല്ലാ ക്രിയകൾക്കും പാസീവ് ഇല്ലേ എന്ന് പറയുന്നു. ഉദാഹരണം പറയുകയാണെങ്കിൽ, ആ വിദ്യാർത്ഥി സ്കൂളിലേക്ക് പോയി, ദ സ്റ്റുഡൻറ് വെന്റ് ടു ദ സ്കൂൾ. ഇതിന് പാസീവ് ഉണ്ടോ? എന്തോ ഉത്തരം? നിങ്ങളൊന്ന് ആലോചിച്ച് പറയുക. ആ കാരണങ്ങൾ ചോദിക്കും. നമുക്കതൊന്ന് നോക്കാം. ഓക്കെ, എന്തുകൊണ്ടാണ് ചില വാചകങ്ങൾക്ക് പാസീവ് ഇല്ലാത്ത? നിങ്ങളത് സ്വയം കണ്ടെത്താൻ സാധിക്കുകയും ചെയ്യും. ഇതൊരു വാചകം എഴുതിയിടുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഓക്കെ, ദ ബോയ് വെന്റ് ടു സ്കൂൾ ഇൻ ദ മോർണിംഗ് എന്നൊരു വാചകമാണ് ഇപ്പോൾ ബോർഡിൽ ഞാൻ എഴുതിയിട്ടുള്ളത്. ഈ ഒരു വാചകത്തെ ഞാൻ പാസീവിലാക്കാൻ പറഞ്ഞു വിചാരിക്കുക, നിങ്ങൾക്ക് പറ്റുമോ എന്ന ചോദ്യം. നിങ്ങളുടെ ഉത്തരം എന്തായിരിക്കും? പറ്റില്ല അല്ലേ? കാരണം എന്താ? ദ ബോയ് വെന്റ് ടു സ്കൂൾ. ആര് സ്കൂളിലേക്ക്? കുട്ടി ആൺകുട്ടി സ്കൂളിൽ പോയി. എങ്ങോട്ട്? സ്കൂളിലേക്ക്. ഇൻ ദ മോർണിംഗ്, രാവിലെ. മലയാളത്തിൽ ശരിക്കും പറഞ്ഞാൽ രാവിലെ കുട്ടി സ്കൂളിലേക്ക് പോയി എന്നാണ് മലയാളം. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അല്ലേ? ഇതിൽ ഓബ്ജക്റ്റ് ഇല്ല. ഒരു സബ്ജക്റ്റ് ഉണ്ട്, വെർബ് ഉണ്ട്. സ്കൂളിലേക്ക് എന്ന ഒരു അഡ്വർബ്, ഇൻ ദ മോർണിംഗ് എന്നൊരു അഡ്വർബ്, 2 അഡ്വർബും. ഇത് ഫസ്റ്റ് ടൈപ്പ് സെൻറ്റൻസ്, ഓബ്ജക്റ്റ് ഇല്ലേ. ഇത് പാസീവ് ആക്കുന്ന ഓബ്ജക്റ്റ് വേണ്ടേ? അപ്പൊ അത് പറ്റുമോ? ഇല്ല. ഈ വാചകത്തെ ആക്കാൻ പറ്റില്ല. ഇതുപോലെ തന്നെയാണ് മറ്റ് ഈ വാചകങ്ങളും. ഇത് പാസീവ് ആക്കാനായിട്ട് പറ്റില്ല. അതിന് കാരണം ഇത് ഓബ്ജക്റ്റില്ല. അപ്പോൾ ഓബ്ജക്റ്റ് ഇല്ലാത്ത വാചകങ്ങൾ ഇംഗ്ലീഷിലേക്ക് മാറ്റാൻ പറ്റില്ല. അപ്പോൾ ഈ ക്രിയയ്ക്കും ഒരു പ്രത്യേകതയുണ്ട്. ഈ ക്രിയ ഉണ്ടല്ലോ, വെന്റ് എന്നൊരു ക്രിയ, ഇതിൻ്റെ പാസീവ് ഫോം ഇല്ലേ. എന്താ കാരണം? ഇതിന് അതായത് ഈ ക്രിയയ്ക്കൊരു പ്രത്യേകത ഉണ്ട്. ഇത്തരം വാചകങ്ങളിലെ ക്രിയയ്ക്ക്, ഓബ്ജക്റ്റ് ഇല്ലാത്ത വാചകങ്ങളിലെ ക്രിയയ്ക്കൊരു പ്രത്യേകത ഉണ്ട്. അവയ്ക്ക് ഓബ്ജക്റ്റിനെ സ്വീകരിക്കാൻ പറ്റില്ല. ഇങ്ങനെ ഓബ്ജക്റ്റിനെ സ്വീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓബ്ജക്റ്റിന്റെ ഫലം സ്വീകരിക്കുക. അതിന് ഓബ്ജക്റ്റിന്റെ ക്രിയയ്ക്ക്, ഓബ്ജക്റ്റിന് അതായത് ഒരു ക്രിയയ്ക്ക് വിധേയപ്പെടുക അല്ലെങ്കിൽ ക്രിയയുടെ ഫലം സ്വീകരിക്കുന്നതിന് ഒരു നൗൺ ഉണ്ടായിരിക്കാൻ സാധ്യമല്ല. ഒരു വെർബിന് ഓബ്ജക്റ്റായിട്ട് ഒരു നൗൺ ഉണ്ടായിരിക്കാൻ സാധ്യമല്ല എന്നർത്ഥം. അല്ലെങ്കിൽ ഒരു ഓബ്ജക്റ്റിന്റെ കൂടെ നിൽക്കാൻ ഈ വെർബിന് പറ്റില്ല. കാരണം ഇതിന്റെ ഫലം സ്വീകരിക്കാനായിട്ട് പറ്റില്ല. അങ്ങനത്തെ ക്രിയകളെ നമ്മളൊരു പേര് പറയും, വെർബ് ഇൻട്രാൻസിറ്റീവ്. എന്താണ്? വെർബ് ഇൻട്രാൻസിറ്റീവ്.
ട്രാൻസിറ്റീവ് എന്ന് പറയും. വെർബ് ഇൻട്രാൻസിറ്റീവ് എന്ന് പറയും. അപ്പൊ എന്താണ് ഇൻട്രാൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്വയം ഇപ്പോൾ കിട്ടിയിട്ട് എന്താണ്? ഇതിനെ ഒബ്ജക്റ്റിനെ സ്വീകരിക്കാൻ കഴിയാത്ത ഓർബിറ്റ് ഇല്ലാത്ത ഒരു വാചകത്തിലെ വെർബാണ് ഇൻട്രാൻസിറ്റീവ്. അപ്പൊ അതിൽ ഉദാഹരണം പോയി എന്നുള്ളൊരു ഇൻട്രാൻസിറ്റീവ് വെർബാണ്. അപ്പോ വെർബ് ഒന്ന് തരമല്ല എന്ന് മനസ്സിലായി. ട്രാൻസിറ്റീവ് ആയിട്ട് വെർബുണ്ട്. അപ്പോൾ ഇൻട്രാൻസിറ്റീവ് ആയിട്ട് വെർബുണ്ടെങ്കിൽ എന്തുണ്ടാകും? ട്രാൻസിറ്റീവ് ആയിട്ട് വെർബുണ്ട്. അവർക്ക് മനസ്സിലായി. അപ്പോൾ രണ്ട് തരം വെർബുണ്ട്. ഒരു ഇൻട്രാൻസിറ്റീവ്, അതിലൊന്നിനെ ട്രാൻസിറ്റീവ് ആയിട്ടുള്ള വെർബുകൾ എന്നും പറയും. മറ്റുള്ളവയെ എന്തെന്ന് പറയും? ഒന്നിനെ ട്രാൻസിറ്റീവ് എന്ന് പറയും, മറ്റേ ഇൻട്രാൻസിറ്റീവ്. എന്താവാ തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സംഭരണി എന്ന് പറയും. മലയാളത്തിൽ പറയുക സകർമ്മകം അകർമ്മകം എന്നാണ്. ട്രാൻസിറ്റീവിനെ സകർമ്മകം എന്ന് പറയും, ഇൻട്രാൻസിറ്റീവിനെ അകർമ്മകം എന്ന് പറയും. അപ്പോൾ ട്രാൻസിറ്റീവ് മീൻസ് സകർമ്മകം, ഇൻട്രാൻസിറ്റീവ് മീൻസ് അകർമ്മകം. അപ്പോൾ സകർമ്മകം എന്ന് പറഞ്ഞാൽ എന്താ? സംഭരണി എന്നൊക്കെ പറയില്ലേ, വെള്ളം പിടിച്ചു വെക്കാൻ കഴിയുന്നത്, വെള്ളത്തെ ഉൾക്കൊള്ളാൻ കഴിയുന്നത് സംഭരണി. അതുപോലെ ഇത് ഒബ്ജക്റ്റിനെ പിടിച്ചു വെക്കാൻ പറ്റുന്നത്, ഉൾക്കൊള്ളാൻ കഴിയുന്നത്, സ്വീകരിക്കാൻ കഴിയുന്നത് സകർമ്മകം എന്ന് പറയും. അത് ഓർബിറ്റിന്, അതായത് വെർബിന്റെ ഫലം അനുഭവിക്കാൻ കഴിവുള്ളത് ആണ് എന്ത്? അത്തരം ക്രിയകളാണ് ട്രാൻസിറ്റീവ് അതാ സകർമ്മകം. അതേപോലെ വെർബിന്റെ ഇത് സ്വീകരിക്കാൻ കഴിയാത്ത, ഓബ്ജക്റ്റിനെ സ്വീകരിക്കാൻ കഴിയാത്തതല്ല, അഥവാ വെർബിന്റെ ഫലം സ്വീകരിക്കാൻ കഴിയാത്തുണ്ടെങ്കിൽ, മറ്റൊന്നാമത്തിന് കഴിയില്ല എങ്കിൽ അവയെ ഇൻട്രാൻസിറ്റീവ്. ക്ലിയർ ആയില്ലെങ്കിൽ ഒന്നുകൂടി ഒരു ഉദാഹരണം പറയുമ്പോൾ ക്ലിയർ ആവും. ഇപ്പൊ നോക്കുക, എനിക്ക് ചെയ്യാൻ കഴിയുന്ന രണ്ട് പ്രവൃത്തിയാണ്. ഇടിക്കുക, അല്ലേ? ഇടിക്കുക എന്ന പ്രവൃത്തി എനിക്ക് ചെയ്യാൻ കഴിയും, നിൽക്കുക എന്ന പ്രവൃത്തി ചെയ്യാൻ കഴിയും, അല്ലേ? ഇടിക്കുക എന്ന പ്രവൃത്തി എനിക്ക് ചെയ്യാൻ കഴിയും, നിൽക്കുക എന്ന പ്രവൃത്തി കഴിയും. ഇപ്പൊ നിങ്ങളിപ്പോ ഞാനിപ്പോ നോക്കുകയാണെങ്കിൽ ഇടിക്കുക എന്ന പ്രവൃത്തി വിചാരിക്കുക, സങ്കല്പിക്കട്ടെ, ചെയ്യാനൊന്നും പോകില്ല. നിങ്ങൾ ഇടിക്കുകയാണെന്ന് വിചാരിക്കുക, അപ്പോൾ നിങ്ങൾക്ക് എന്തുണ്ടാവും? അതിന്റെ ഫലം സ്വീകരിക്കാൻ വരും, വേദന എടുക്കും, അല്ലെ? ഇടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേദന എടുക്കും. അപ്പോൾ ഇടിയുടെ ഫലം സ്വീകരിക്കാനായിട്ട് നിങ്ങളുണ്ടാവും, അല്ലേ? അപ്പോൾ നമ്മുടെ ഇതിന്റെ ഫലം സ്വീകരിക്കുന്ന ഒരാളുണ്ടായിരിക്കും, അല്ലേ? നിങ്ങളായിരിക്കും. ഇപ്പൊ ഞാനിപ്പോ രാജു എന്നൊരാൾ ഇടിക്കുകയാണെങ്കിൽ എൻ്റെ ഇടി സ്വീകരിക്കാൻ ആരുണ്ടായിരിക്കും? രാജു ഉണ്ടായിരിക്കും, അല്ലേ? അപ്പൊ രാജുവിനെ അത് വേദന എടുക്കും, ഇല്ലേ? കാരണം എന്താണ്? ഇടിയുടെ ഫലം ആ രാജു അനുഭവിക്കുമ്പോൾ രാജുവിന് വേദന എടുക്കുമ്പോൾ അപ്പോ ഇടിക്കുക എന്നതിന് ഫലം സ്വീകരിക്കാനായിട്ടൊരു കർമ്മം ഉള്ളത് കൊണ്ട് അതിനെ എന്തെന്ന് പറയും? ഇതിനെ ട്രാൻസിറ്റീവ് എന്ന് പറയും. ഇതാണ് സകർമ്മകം എന്നാണ് പറയുക. അതേസമയം നിൽക്കുക എന്നുള്ളതാണെങ്കിലോ, ഇപ്പൊ ഞാൻ ഇവിടെ നിൽക്കുകയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ? ഞാൻ പ്രവൃത്തിയുടെ ഫലം നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കില്ലേ? നിങ്ങളുടെ കാല് കഴിക്കോ? ഇല്ലേ. ആരെ കാല കഴിക്കുക? എൻ്റെ കാര്യം, ഇല്ലേ? ആ ഫലം നമുക്ക് തന്നെ അനുഭവിക്കുക. ഇപ്പൊ ഞാൻ ഉറങ്ങുന്നു വിചാരിക്കുക, എൻ്റെ ക്ഷീണം മാറും, നിങ്ങളുടെ ക്ഷീണം മാറും, ഇല്ലേ? ആ ഉറങ്ങുന്നത് അഭിനയിക്കാൻ, അതിന്റെ ഇത് അനുഭവിക്കാൻ ആർക്ക് തന്നെ പറ്റില്ല? എനിക്ക് തന്നെ പറ്റുള്ളൂ, അല്ലേ? ആ ഉറങ്ങുന്നതിന് സുഖം അനുഭവിക്കാൻ എനിക്ക് തന്നെ പറ്റുള്ളൂ, നിങ്ങൾക്ക് പറ്റില്ലേ? അത് കൈമാറാൻ പറ്റില്ലേ? അപ്പൊ ചില ക്രിയകൾക്ക് ഓബ്ജക്റ്റ് ആവശ്യം വരില്ലേ? അപ്പൊ ഇത് ഇൻട്രാൻസിറ്റീവ് ആണ്. നിൽക്കുക എന്നുള്ളത് ഇൻട്രാൻസിറ്റീവ്. അകർമ്മകം എന്ന് പറയും. എന്താ പറയാ? അകർമ്മകം. അപ്പോ
അകർമ്മവും സകർമ്മവും രണ്ട് തരമുണ്ട്. കുറച്ച് ഞാൻ ലിസ്റ്റ് ആയിട്ട് അറിയാം. ഇംഗ്ലീഷിൽ നമ്മൾ എന്ത് ചെയ്യും, സകർമ്മകവും അകർമ്മം പ്രത്യേകിച്ച് പഠിക്കണം, അല്ലെങ്കിൽ സെറ്റായിട്ട് നമ്മൾ വാചകങ്ങൾ ഉപയോഗിക്കും. ചിലവരിപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ പണ്ടൊരു സംശയം ചോദിച്ചില്ല, സ്ലീപ്പ് അകർമ്മകാണോ സകർമ്മകാണോ എന്ന് നമ്മുടെ ഒരു പഠിതാവ് ചോദിച്ചിരുന്നു. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് തെറ്റാണ്ട് എഴുതാൻ, ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഡിക്ഷണറിയിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിലൊക്കെ അകർമ്മകം എന്നാണ് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിലെന്തുണ്ടാവില്ല, പാസീവ് ഇല്ല, പാസീവ് ഫോം ഇല്ല. അത് കർമ്മ. എന്നാൽ ചില ഇതിലൊക്കെ ഇന്ത്യൻ ഇംഗ്ലീഷിലൊക്കെ ചിലവർ എന്ത് ചെയ്യേണ്ടത്, അത് ട്രാൻസിറ്റീവ് പോലെ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഉറങ്ങുക എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഉറങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്ലീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറങ്ങുക എന്നുള്ളത് അകർമ്മകമാണ്. ഉറക്കുക എന്ന് പറഞ്ഞാൽ ചെയ്യിക്കണം. അമ്മ കുട്ടിയെ ഉറക്കുകയാണെന്ന് പറയുമ്പോൾ നോക്കിയേ നിങ്ങൾ, അമ്മ കുട്ടിയെ ഉറക്കുകയാണ്. അപ്പൊ അമ്മ ചെയ്യണത്, കുട്ടി അനുഭവിക്കണത് അല്ലേ. കുട്ടി ഉറങ്ങുകയാണെന്ന് പറഞ്ഞാൽ അവിടെ വേറെ ആരും ചെയ്യിക്കുന്നില്ല, അനുഭവിക്കല്ലേ. കുട്ടി തന്നെയാണ് ചെയ്യുന്നതും കുട്ടി തന്നെയാണ് അനുഭവിക്കുന്നതും. അതേ സമയത്ത് അമ്മ ഉറക്കുക എന്ന് പറഞ്ഞാൽ അമ്മ ചെയ്യുന്നു, കുട്ടി അനുഭവിക്കുന്നു. കുട്ടി ഉറങ്ങുക എന്ന് പറഞ്ഞാൽ കുട്ടി ചെയ്യുന്നു, കുട്ടി തന്നെ അനുഭവിക്കുന്നു. അങ്ങനെ കൈമാറുന്നില്ല, മറ്റൊരാൾക്ക് ഫലം കൈമാറുന്നില്ല. അപ്പോൾ ഉറങ്ങുക എന്നുള്ളത് അകർമ്മകവും ഉറക്കുക എന്നുള്ള സകർമ്മകവുമാണ് മലയാളത്തിൽ. ഇംഗ്ലീഷിന്റെ പ്രത്യേകം വെച്ചാൽ ഒരേ വാക്ക് സകർമ്മകമായിട്ടും അകർമ്മകമായിട്ടും ഉപയോഗിക്കും. ഇംഗ്ലീഷാണ് കുറെ പ്രത്യേകതയുണ്ട്. ഒരേ വാക്ക് തന്നെ രണ്ടായിട്ട് ഉപയോഗിക്കും. അപ്പൊ സ്ലീപ്പ് എന്നുള്ളൊരു സംശയം ചോദിച്ചാണ്. അപ്പൊ സ്ലീപ്പ് എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ എന്താണ്, അകർമ്മകമാണ്. എന്നാൽ ചില പുസ്തകങ്ങളിലൊക്കെ ഞാൻ ഉറക്കുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതായി കണ്ടിട്ടുണ്ട്. എന്നാൽ അത് ഇപ്പൊ പരീക്ഷയ്ക്കൊക്കെ പോകുമ്പോൾ നമ്മളിത് എന്തായിട്ട് അകർമ്മകമായിട്ട് എടുത്തിട്ട് എഴുതാൻ പാടുള്ളൂ. സകർമ്മമായിട്ട് എടുത്ത് കണക്കാക്കി എഴുതി കഴിഞ്ഞാൽ തെറ്റി വരും. പരീക്ഷയ്ക്കൊന്നും മാർക്കിട്ടു. പക്ഷേ ചിലല്ലോ സംഭാഷണത്തിലൊക്കെ ഇത് വേണമെങ്കിൽ സകർമ്മമായിട്ടൊക്കെ എടുക്കാം. ശരിക്കും പറഞ്ഞ തെറ്റുമാണ് അത്. അപ്പൊ നമ്മൾ കുറച്ച് സകർമ്മത്തിന്റെയും അകർമ്മത്തിന്റെയും ലിസ്റ്റ് നമ്മൾ നോക്കുക. അപ്പൊ അത് വെച്ച് പഠിക്കുക നിങ്ങൾ. പിന്നെ നമ്മളെപ്പോഴും പുതിയ വെർബുകളൊക്കെ പഠിക്കുമ്പോൾ അത് സകർമ്മകാണോ അകർമ്മമാണോ എന്നും കൂടി പഠിച്ചിരുന്നാൽ നല്ലതാണ്. പിന്നെ അർത്ഥം എടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും സകർമ്മകാണ് അകർമ്മ, അങ്ങനെയും മനസ്സിലാക്കാം. ഒരു ചെറിയ ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ സകർമ്മത്തിൻ്റെയും അകർമ്മത്തിൻ്റെയും ലിസ്റ്റായിട്ട് ഞാൻ ഇതിൻ്റെ കൂടൊപ്പം ചേർത്തിടാം. നിങ്ങളൊക്കെ നോക്കി പഠിക്കുക. പിന്നെ അതുപോലെ ഞാൻ ചേട്ടൻ അഭ്യാസങ്ങൾ നിങ്ങൾ ചെയ്ത് പഠിക്കുക. നമുക്ക് മറ്റൊരു വിഷയമായി അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ഇവിടെ നന്ദി, നമസ്കാരം, ബൈ.